ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗവും ബുദ്ധിമുട്ടുകളും നേരിട്ടാണ് ആശുപത്രിയെ അഭിവന്ദ്യ പിതാവ് ഈ നിലയിൽ എത്തിച്ചത്. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ നേരിട്ട പിതാവിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒട്ടും മാപ്പ് അർഹിക്കുന്നതല്ല. ആശുപത്രി സ്ഥാപിച്ച് രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നതിൻ്റെ പേരിൽ ഇനിയും അഭിവന്ദ്യ പിതാവിനെ ക്രൂശിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഹൃദയവേദന ഊഹിക്കാവുന്നതിലും അപ്പുറത്ത് ആയിരിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിൽ ചികിത്സ നൽകുന്ന ആശുപത്രിയിലെ ബില്ലുകൾ കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ മറ്റു നഗരങ്ങളിലെ ആശുപത്രികളിലെ ബില്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കുകൾ തന്നെയാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. ട്രെയിനിയായി എടുക്കുന്നതിന് മറ്റുള്ള പല സ്ഥാപനങ്ങളിലും 1 വർഷമാണ് പരിശീലന കാലയളവ്. എന്നാൽ ഇവിടെ 6 മാസം മാത്രമാണ് ട്രെയിനിങ് പീരീഡ്. 95% ജീവനക്കാരും 6 മാസം കഴിയുമ്പോൾ റെഗുലർ ശമ്പളത്തിൽ ജോലിയിൽ നിയമിതരാകുന്നുണ്ട്. പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ജീവനക്കാർക്കും ബന്ധുജനങ്ങൾക്കും ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട്. പാലാ രൂപത മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിയെക്കുറിച്ച് ഈ ഓൺലൈൻ ചാനൽ പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ആശുപത്രി CEO ജസ്റ്റിൻ തോമസ്. വാ തുറന്നാൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെയും മെത്രാന്മാരെയും പുരോഹിതരെയും സന്യസ്തരെയും ആത്മാരെയും അവഹേളന പാത്രമാക്കി ലാഭം കൊയ്ത് വിഴുപ്പലക്കി ജീവിക്കുന്നത് ഈ ചാനലുകാരൻ്റെ കുറേ നാളുകളായിട്ടുള്ള മുഖമുദ്രയാണ്. ആതുര ശുശ്രൂഷ മേഖലയിൽ ഒരു നാടിൻ്റെ തന്നെ ആശ്വാസദായകമായി അഭിമാനമായി നിരവധി പേരുടെ ജീവിതമാർഗമായ ഈ സ്ഥാപനത്തെ പറ്റി ഇല്ലാ കഥ പറയുന്ന ഈ ചാനലിനെതിരെ നിയമ നടപടികൾ ഉണ്ടായേ മതിയാവൂ. മലയോര മേഖലയിലെ ജനവിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രം വേണമെന്ന പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ദീർഘവീക്ഷണമാണ് മാർസ്ലീവ മെഡിസിറ്റി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതും പിന്നീട് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. 2019 പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിനും 10 വർഷം മുമ്പ് തന്നെ ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗവും ബുദ്ധിമുട്ടുകളും നേരിട്ടാണ് ആശുപത്രിയെ അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഈ നിലയിലെത്തിച്ചത്. പാലാ രൂപതയിൽ അംഗങ്ങളായ വിശ്വാസികൾ നാട്ടിലും വിദേശത്തും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിനൊപ്പം ബാങ്ക് വായ്പയും ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുതൽ മുടക്കിന്റെ 58% തുക വായ്പയായി എടുത്തായിരുന്നു നിർമ്മാണം. 5 വർഷമായി ഈ തുകയുടെ തിരിച്ചടവ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക നിലവാരത്തിൽ ഇപ്പോൾ നിർമ്മാണം നടത്തി വരുന്ന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഫൊറോന ഇടവക തലങ്ങളിൽ നിന്ന് നിലവിൽ സഹായം ലഭിക്കുന്നതിനൊപ്പം ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയമവിധേയമായാണ് ചെയ്തുകൊണ്ടിരിക്കുക. രൂപതാ തലത്തിലുള്ള ഒട്ടേറെ ആളുകൾക്ക് ജോലിയിൽ മുൻഗണന നൽകുന്നതിനൊപ്പം തന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിലെ എല്ലാ നിയമനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ചികിത്സ നൽകുന്ന ആശുപത്രിയിലെ ബില്ലുകൾ കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ മറ്റ് നഗരങ്ങളിലെ ബില്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കാണ്. ഒരു ചികിത്സയ്ക്കും അമിത തുകകൾ ഈടാക്കുന്നുമില്ല. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ പേട്രൻസ് കെയർ ചാരിറ്റി ഫണ്ടിൽ നിന്ന് 3 കോടിയിൽ പരം രൂപയും ജീവകാരുണ്യത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു. പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ജീവനക്കാർക്കും ബന്ധുജനങ്ങൾക്കും ചികിത്സയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. ജീവനക്കാരും അവരുടെ മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ ഇതിന് അർഹരാണ്. കൂടാതെ അർഹരായ ജീവനക്കാർക്ക് പ്രത്യേക ചികിത്സാനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. സ്റ്റാഫ് ഡിസ്കൗണ്ട് ഇനത്തിൽ 50 ലക്ഷത്തിൽ പരം രൂപയും ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു. ഇൻഷുറൻസ് തുക ഒരുമിച്ച് അടയ്ക്കുകയും പലിശരഹിത തവണകളായി ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കുകയുമാണ് ചെയ്തു വരുന്നത്. ആശുപത്രി CEO ജസ്റ്റിൻ തോമസിന്റെ പ്രസ്താവന ഇപ്രകാരം. പാലാ രൂപതയുടെ നിയന്ത്രണത്തിലുള്ള മാർസ്ലീവ മെഡിസിറ്റിയെക്കുറിച്ച് വളരെ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രചരിക്കുന്നത്. മലയോര മേഖലയിലെ ജനവിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രം വേണമെന്ന പാലാ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ദീർഘവീക്ഷണമാണ് മാർസ്ലീവ മെഡിസിറ്റി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതും പിന്നീട് യാഥാർത്ഥ്യമാകുകയും ചെയ്തത്. 2019 പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിന് 10 വർഷം മുമ്പ് തന്നെ ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗവും ബുദ്ധിമുട്ടുകളും നേരിട്ടാണ് ആശുപത്രിയെ അഭിവന്ദ്യ പിതാവ് ഈ നിലയിൽ എത്തിച്ചത്. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ നേരിട്ട പിതാവിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒട്ടും മാപ്പ് അർഹിക്കുന്നതല്ല. ആശുപത്രി സ്ഥാപിച്ച് രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നതിൻ്റെ പേരിൽ ഇനിയും അഭിവന്ദ്യ പിതാവിനെ ക്രൂശിക്കുമ്പോൾ അത് പാലാ രൂപതയിലെ ഓരോ വിശ്വാസികൾക്കും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാർക്കും സ്ഥാപനത്തിൻ്റെ സേവന പരിധിയിലുള്ള വിവിധ വിഭാഗങ്ങളിലെ അനേകായിരങ്ങൾക്കും ഉണ്ടാക്കുന്ന ഹൃദയവേദന ഊഹിക്കാവുന്നതിലും അപ്പുറത്ത് ആയിരിക്കും.
ആശുപത്രിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും സേവനം നേടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ആശുപത്രിയെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവാദിത്തം ഉള്ളതിനാലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി എത്തേണ്ടി വന്നത്. പാലാ രൂപതയിലെ അംഗങ്ങളായ വിശ്വാസികൾ നാട്ടിലും വിദേശത്തും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിനൊപ്പം ബാങ്ക് വായ്പയും ഉപയോഗിച്ചാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. മുതൽ മുടക്കിൻ്റെ ഏതാണ്ട് 58% തുക വായ്പയായി എടുത്താണ് നിർമ്മാണം നടത്തിയത്. 5 വർഷമായി ഈ തുകയുടെ തിരിച്ചടവും നടത്തി വരുന്നു. ഓരോ വർഷവും വരുമാനത്തിൻ്റെ 17% തുകയും വായ്പ തിരിച്ചടവായി നൽകി വരുന്നു. ആധുനിക നിലവാരത്തിൽ ഇപ്പോൾ നിർമ്മാണം നടത്തി വരുന്ന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഫൊറോന ഇടവക തലങ്ങളിൽ നിന്നും നിലവിൽ സഹായം ലഭിക്കുന്നതിനൊപ്പം ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയമവിധേയമായാണ് ചെയ്തു വരുന്നത്. രൂപതാ തലത്തിലുള്ള ഒട്ടേറെ ആളുകൾക്ക് ജോലിയിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിലുമാണ് ആശുപത്രിയിലെ എല്ലാ നിയമനങ്ങളും നടത്തി വരുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ചികിത്സ നൽകുന്ന ആശുപത്രിയിലെ ബില്ലുകൾ കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ മറ്റു നഗരങ്ങളിലെ ആശുപത്രികളിലെ ബില്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കുകൾ തന്നെയാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. ഒരു ചികിത്സയ്ക്കും അമിത തുകകൾ ഈടാക്കുന്നില്ല. മാത്രമല്ല, അഭിമന്യ പിതാവിൻ്റെ പേട്രൺസ് ഫണ്ടിൽ നിന്നും 3 കോടിയിൽ പരം രൂപയും ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഏതാനും വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ജീവനക്കാർക്കും ബന്ധുജനങ്ങൾക്കും ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട്. ജീവനക്കാരും അവരുടെ മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ ഇതിന് അർഹരാണ്. കൂടാതെ അർഹരായ എല്ലാ ജീവനക്കാർക്കും പ്രത്യേക ചികിത്സാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. സ്റ്റാഫ് ഡിസ്കൗണ്ട് ഇനത്തിൽ 50 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇൻഷുറൻസ് തുക ഒരുമിച്ച് ആശുപത്രിയിൽ നിന്ന് അടയ്ക്കുകയും പലിശരഹിത തവണകളായി ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കുകയുമാണ് ചെയ്തു വരുന്നത്. ട്രെയിനിയായി എടുക്കുന്നതിന് മറ്റുള്ള പല സ്ഥാപനങ്ങളിലും 1 വർഷമാണ് പരിശീലന കാലയളവ്. എന്നാൽ ഇവിടെ 6 മാസം മാത്രമാണ് ട്രെയിനിങ് പീരീഡ്. 95% ജീവനക്കാരും 6 മാസം കഴിയുമ്പോൾ റെഗുലർ ശമ്പളത്തിൽ ജോലിയിൽ നിയമിതരാകുന്നുണ്ട്. 5% പേർ ട്രെയിനിങ് പൂർത്തിയാക്കാത്തതിനാൽ 1 വർഷത്തേക്ക് തുടരും. സർക്കാർ അനുശാസിക്കുന്ന പ്രകാരമുള്ള 3 ഷിഫ്റ്റുകളിലാണ് ജോലി ക്രമീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സമയം എന്തെങ്കിലും കാരണവശാൽ അധിക ജോലി ചെയ്യേണ്ടി വന്നാൽ ഓവർ ടൈമും നൽകി വരുന്നുണ്ട്. ആശുപത്രിയിലെ പുരുഷ നഴ്സിംഗ് സ്റ്റാഫ് അംഗങ്ങൾക്കായി ചേഞ്ചിങ് റൂം ക്രമീകരിച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ 45 പുരുഷ നഴ്സിംഗ് സ്റ്റാഫുകളാണുള്ളത്. ഇതിൽ 40 പേർ എമർജൻസി, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്ക് പ്രത്യേക ഡ്രസ് ചേഞ്ചിങ് സംവിധാനവുമുണ്ട്. 3 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്ന മറ്റ് 5 പേർക്ക് വേണ്ടി ആണ് താൽക്കാലികമായ ഒരു ഡ്രസ് ചേഞ്ചിങ് സംവിധാനം ഒരുക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ഏതാണ്ട് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. മറ്റുള്ള ജീവനക്കാർക്ക് വേണ്ടി ഇതിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ലോക്കർ സംവിധാനം ഏവരും ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു താൽക്കാലിക സംവിധാനവും പുതിയ കെട്ടിടം പൂർത്തിയാകുമ്പോൾ അവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ്. 623 ഫീമെയിൽ സ്റ്റാഫ് നഴ്സിനും 74 ANM ജീവനക്കാർക്കും വേണ്ടി കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വനിതകൾക്കായുള്ള ഡ്രസ് ചേഞ്ചിങ് സംവിധാനം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതുമൂലമാണ് മേൽപ്പറഞ്ഞ സംവിധാനം അനിവാര്യമായി വന്നത്. പേഷ്യൻ്റ് ബെഡ് ഒരുക്കൽ എന്നത് നഴ്സുമാരുടെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഇക്കാര്യം ജോലി പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് അവർ തന്നെ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുള്ളതുമാണ്. നമ്മുടെ ആശുപത്രിയിൽ നഴ്സുമാരെ സഹായിക്കാൻ അറ്റൻഡന്റുമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് നഴ്സസിന് ബെഡ് മേക്കിംഗ് നടത്തേണ്ടി വരുന്നത്. ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴോ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴോ ഒരു സർട്ടിഫിക്കറ്റിനും യാതൊരു തുകയും ഇവിടെ വാങ്ങാറില്ല. എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള നോട്ടീസ് പീരീഡ് അംഗീകരിച്ച് തന്നെയാണ് ഓരോരുത്തരും ജോലിയിൽ പ്രവേശിക്കുന്നത്. വിസയുടെ കോപ്പി കാണിക്കുകയും സർക്കാർ ജോലി ഉത്തരവ് കാണിക്കുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് ഉടൻ തന്നെയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ നോട്ടീസിൽ റിലീവ് ചെയ്യാനും അവസരമുണ്ട്. ആശുപത്രി കമ്മിറ്റികളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ പാലിച്ച് വരുന്നുണ്ട്. രൂപതയുടെ കർശന നിരീക്ഷണത്തിലും നിർദ്ദേശങ്ങളിലുമാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് അപ്പുറമുള്ള ആരോപണങ്ങൾ മറുപടി അറിയിക്കുന്നതല്ലെന്നും കൂടി ഈ അവസരത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നു.